പച്ചക്കറി കൃഷിയിൽ സ്വാശ്രയരായി പുരുഷ സ്വയം സഹായ സംഘം. കാസർഗോഡ് കൊട്ടോടിയിലെ പ്രതീക്ഷ പുരുഷ സ്വാശ്രയ സംഘമാണ് വിഷമുക്ത പച്ചക്കറിയൊരുക്കി മാതൃക തീർത്തത്. റബ്ബർ മുറിച്ചുമാറ്റിയ 3 ഏക്കർ തരിശുനിലത്ത് വെണ്ടയും പാവയും വെള്ളരിയും പയറും വിത്തിട്ട 20 കർഷകരുടെ മനസ്സ് നിറച്ച് മണ്ണ് സമ്മാനിച്ചത് 100 മേനി വിളവ്. ഇതോടൊപ്പം ചീനക്കിഴങ്ങും വിളവെടുക്കാൻ ഒരുങ്ങുന്നു. കീടങ്ങളെ അകറ്റാൻ പുകയില കഷായവും വിളവിനായി ജൈവവളവും മാത്രമാണ് ഉപയോഗിച്ചതെന്ന് ഈ കർഷക കൂട്ടായ്മ പറയുന്നു. ഇതിന് വളം തിരിച്ചും ജൈവപരമായുള്ള വളങ്ങളാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ചാണാനും കോഴിവളങ്ങൾ, കുമ്മായം ഇതൊക്കെയാണ് ഇതിനും വളമായിട്ട് കൊടുത്തത്. ചെറിയ രീതിയിലുള്ള കേടുകളൊക്കെ ഉണ്ട്, എങ്കിലും അത് മാർക്കറ്റിൽ നല്ല വില ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷിയിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘങ്ങൾ. കള്ളാർ കൃഷിഭവന്റെ സഹായവും നിർദ്ദേശവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കൊട്ടോടി, ചുള്ളിക്കര ടൗണുകളിലെ കടകളിലും പനത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള പൂടുങ്കൽ ജൈവ പച്ചക്കറി കേന്ദ്രത്തിലുമാണ് വിപണനം. മികച്ച കർഷകനുള്ള പുരസ്കാരം നേടിയ സോജൻ മുപ്പാത്തിയിൽ പ്രസിഡന്റായുള്ള സംഘമാണ് കൃഷിയൊരുക്കിയത്. റിപ്പോർട്ടർ, കാസർഗോഡ്. വിവാദ ചിത്രമായ വന്യത്തിന്റെ പ്രദർശനം കൊച്ചിയിൽ നടന്നു. ഒരു കന്യാസ്ത്രീയെ അന്യമതസ്ഥരായ 3 ചെറുപ്പക്കാർ ബലാത്സംഗം ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. ചിത്രത്തിനെതിരെ പ്രതിഷേധവുമായി മതസംഘടനകൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. എന്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ, ഒരാൾക്കൂടി കിടക്കാനുള്ള ഇടമൊക്കെ എന്റെ വീട്ടിലുണ്ട്. യുവതിയായ ഒരു കന്യാസ്ത്രീ അന്യമതസ്ഥരായ 3 യുവാക്കളാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നതാണ് വന്യമെന്ന ചിത്രത്തിന്റെ പ്രമേയം. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയെ സഭയും പുറത്താക്കുന്നു. ഇതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കന്യാസ്ത്രീ അഭിസാരികയായിരുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ അഭയം തേടുന്നു. സമൂഹത്തിൽ നിന്നും കന്യാസ്ത്രീ നേരിടേണ്ടി വരുന്ന പീഡനമാണ് സംവിധായകൻ സോഹൻ സീനുലാൽ തന്റെ ചിത്രത്തിലൂടെ സംവദിക്കാൻ ശ്രമിക്കുന്നത്. വന്യം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പറ്റിയിട്ടുള്ളൊരു ചിത്രമാണ്. സമൂഹത്തിൽ ഇന്ന് കാണുന്ന, നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ചില സംഭവങ്ങൾ പുറത്തുനിന്നിട്ടുള്ള ഒരു ഇതിൻ്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം എനിക്ക് തന്ന ഒരു പ്രോത്സാഹനമാണ് ഞാൻ ഈ ചിത്രത്തിലേക്ക് എത്താനുള്ള കാരണം. വന്യത്തിന്റെ പ്രമേയത്തിനെതിരെ ക്രൈസ്തവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.